നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 പുതിയ ലിസ്റ്റ് വന്നു. ഓഗസ്റ്റ് മാസം തുടങ്ങാൻ പോകുന്ന ബിഗ് ബോസ് സീസൺ 7 പുതിയ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. എല്ലാവരെയും നമുക്ക് പുറകെ പരിചയപ്പെടാം. ഓരോന്നായി നമുക്ക് നോക്കാം. ആദ്യത്തെ വ്യക്തി ആരാണെന്ന് പറയട്ടെ. അദ്ദേഹമാണ് റോഹൻ ലോണ. അദ്ദേഹം ആങ്കറാണ്, ഇൻഫ്ലുവൻസറുമാണ്. അദ്ദേഹമാണ് ആദ്യത്തെ വ്യക്തി, റോഹൻ ലോണ. ഇനി നമുക്ക് അടുത്ത വ്യക്തി ആരാണെന്ന് നോക്കണ്ടേ. അദ്ദേഹമാണ് ലക്ഷ്മി മേനോൻ. മിഥുൻ മേനോന്റെ വൈഫും ആങ്കറും ഇൻഫ്ലുവൻസറുമായ ലക്ഷ്മി മേനോനാണ് രണ്ടാമത്തെ വ്യക്തി. ഇനി മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടാം. അദ്ദേഹം ആരാണെന്ന് അറിയണ്ടേ. ലെസ്ബിയൻ കപ്പിളും ഇൻഫ്ലുവൻസറും ബ്ലോഗറുമായ അദില ആൻഡ് നൂറയാണ് അടുത്ത വ്യക്തികൾ. ഇവരെ ഏകദേശം കൺഫേം ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരൊക്കെയുണ്ടെന്ന് നമുക്ക് പുറകെ നോക്കാം. എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് പരിചയപ്പെടാം. അടുത്ത വ്യക്തി ഏകദേശം അദ്ദേഹത്തിന്റെ പേരും കൺഫേം ആയിരിക്കുന്നതാണ്. ആരാണെന്നറിയോ? ബബിത ബാബി. ഇൻഫ്ലുവൻസറാണ്, സോഷ്യൽ മീഡിയ ബ്ലോഗറും കൂടിയാണ്. ഈ തവണ ഒരുപാട് ആളുകൾ വരുന്നത് കൂടുതലും യൂട്യൂബ് കേന്ദ്രീകരിച്ചാണ്. ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അവിടെ നിന്നും പടിപടിയായി ആക്ട്രസിലേക്ക് മാറി, സീരിയലിലേക്ക് മാറി. ഇങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. ഇനി നമുക്ക് അടുത്ത വ്യക്തി ആരാണെന്ന് നോക്കാം. സ്റ്റാർ മാജിക്കിലെ പ്രിയ താരമായിരുന്ന ബിനീഷ് ബാസ്റ്റിനാണ്. ബിനീഷിന്റെ പുതിയ വീഡിയോകൾ നിങ്ങൾ കാണാറില്ലേ? കൂടെ ഇപ്പൊ അമ്മച്ചിയും കൂടിയിട്ടുണ്ട്. ബിനീഷും അമ്മച്ചിയുമാണ് ഇപ്പൊ പരിപാടികൾ നടത്തുന്നത്. അമ്മച്ചിയുടെ ഇപ്പൊ എല്ലാവരും അദ്ദേഹത്തിനെ വിളിക്കുന്ന അറിയാമല്ലേ, ടീമേ എന്നാണ്. അപ്പൊ ഈ തവണ ബിഗ് ബോസ് സീസൺ 7 ടീമും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വ്യക്തി ആരാണെന്ന് നോക്കാം. അമിന നജീം. അമിന നജീമാണ് അടുത്ത വ്യക്തി. സത്യത്തിൽ ഈ വ്യക്തിയെ എനിക്കും അത്ര വലിയ പരിചയമില്ല. പക്ഷെ പേര് കിട്ടിയപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഇനി നമുക്കൊരു മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്താം. ആരാണെന്ന് അറിയണ്ടേ. അദ്ദേഹമാണ് ആങ്കർ. കഴിഞ്ഞ കുറച്ച് നാളുകളായി എയറിലായിരുന്നു ആ ആങ്കറുടെ പേരാണ് സാരിക. ഏറ്റവും കൂടുതൽ രേണുസുധിയുടെ പേരിൽ വിമർശനങ്ങൾ കേട്ട ഒരു വ്യക്തിയാണ് സാരിക. അപ്പൊ ഈ തവണത്തെ ബിഗ് ബോസ് സീസൺ 7 സാരികയും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ഒരു സീരിയൽ താരമാണ്. ഒരുപാടൊരു പഴയ നടന്റെ ഫാമിലിയിൽ നിന്നുമാണ് അദ്ദേഹം വന്നത്. അദ്ദേഹമാണ് ആദിത്യ ജയൻ. കുറെ വിവാദങ്ങളിലേക്ക് അദ്ദേഹം വിട്ടുകയുണ്ടായി. അതിൽ നിന്നും അദ്ദേഹം റിക്കവറായി വീണ്ടും വന്നു. ഇപ്പോൾ സീരിയലിൽ സജീവമാണ്. ഇനി നമുക്ക് അടുത്ത വ്യക്തിയൊക്കെ പരിചയപ്പെട്ടാലോ. ആരാണെന്ന്? അദ്ദേഹമാണ് പ്രശസ്ത കലാകാരനായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയാണ്. ഇപ്പോൾ എല്ലായിടത്തും തരംഗമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന രേണു സുധിയാണ് അടുത്ത വ്യക്തി. ഇനി മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. സ്റ്റാർ മാജിക്കിൽ നിന്നും വന്ന ഒരു വ്യക്തി തന്നെയാണ്. ആരാണെന്നല്ലേ? അദ്ദേഹമാണ് അനുമോൾ. അതെ, എല്ലാവരും പ്രിയങ്കരിയായ അനുമോളാണ് ആ വ്യക്തി. ഇനി അടുത്തൊരു വ്യക്തി ആരാണെന്ന് പറയാം. അദ്ദേഹമാണ് ബിജു സോപാനം. അപ്പോൾ സ്റ്റാർ മാജിക്കിൽ നിന്ന് തന്നെ 3 വ്യക്തികളായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ബിഗ് ബോസ് സീസണിലേക്ക്. അപ്പോൾ ഒരു മുതിർന്ന ആള് വേണം എന്നുള്ള ചിന്തയിലായിരിക്കാം അവരിപ്പോൾ അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഏഷ്യാനെറ്റ് സീരിയലിലൂടെ, ജനപ്രിയമായ സീരിയലിലൂടെ വന്ന ഒരു വ്യക്തിയാണ് ഐശ്വര്യ റാംസായി. ഐശ്വര്യ റാംസായി ആണ് മറ്റൊരു വ്യക്തി. ഒരുപാട് സീരിയൽ താരങ്ങൾ പല മേഖലകളിൽ നിന്നുമാണ് ഇപ്പോൾ ഇവർ തെരഞ്ഞെടുക്കുന്നത്. ഇനി അവസാനം ഒരു സെലക്ഷൻ പ്രോസസ്സും കൂടി മാത്രമാണ് ബാക്കി നിൽക്കുന്നുള്ളൂ. അടുത്ത വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാൻ സാധിക്കുമായിരിക്കും. ഇതൊരു ആർജയാണ്. ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ആരായിരിക്കുമെന്ന്. പറയാം. അദ്ദേഹമാണ് RJ അഞ്ജലി. 1 മാസം മുമ്പ് വരെ അദ്ദേഹവും എയറിലായിരുന്നു. ഇനി മറ്റൊരു വ്യക്തിയാണ് മലയാള സിനിമയിലൂടെ വന്ന് തമിഴിൽ തിളങ്ങി ഇപ്പോൾ വീണ്ടും മലയാളത്തിൽ തിളങ്ങാൻ വന്നിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ നടനാണ്. അദ്ദേഹമാണ് ശരത് അപ്പാനി. അദ്ദേഹമാണ് അവസാനമായി ബിഗ് ബോസിലേക്ക് വരുന്ന വ്യക്തിയാണ് ശരത് അപ്പാനി. ഇനി ഇതെല്ലാം ഒരു പ്രെഡിക്ഷൻ ലിസ്റ്റാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.